വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജീന സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഞാവല് പറിക്കാൻ പോവാണ്. ചായയാണ് ഞങ്ങളുടെ ഞാവല്. അപ്പം നമുക്ക് പറിക്കാൻ പോവാം. നമ്മുടെ കയ്യിൽ തോട്ടിയൊക്കെ ഉണ്ട് ഗൈസ്. ഉത്തരവ് ഓംബ്ര. അപ്പം നമ്മളിവിടെ ഓറഞ്ച് ഒക്കെ ഉണ്ട് ഗൈസ്, കണ്ടോ? നമ്മുടെ ഹോം മെയ്ഡ് ഓറഞ്ചാണ്. ഇവിടെ നിന്ന് നട്ട് വളർത്തി ഓർമ്മ നമ്മുടെ കൃഷിയൊക്കെയാണ് ഗൈസ് ഇവിടെ. നിങ്ങൾ ഇങ്ങോട്ടേക്കൊന്ന് വരണം. ഇവിടെ അടിപൊളി വ്യൂ ആണ് ഗൈസ്. കണ്ടോ, മലയൊക്കെ നോക്കാം. ഒരു മുഖം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, നമ്മുടെ ഇവിടെ തോണി പോലുള്ളൊരു തോടുണ്ട്. ഇങ്ങനെയാണ് തോണിക്ക് ശരിക്കാണ് ആ തോട് വെക്കുന്നത്. ഇനി കുറെ കവുങ്ങ് തോട്ടങ്ങൾ, കാപ്പി തോട്ടങ്ങൾ. ഞാവൽ കണ്ടില്ല, ഞാവൽ ഇവിടെ ഒരു ഞാവൽ. ഇതൊക്കെ നല്ല അപ്പുറത്ത് അപ്പുറമാണ് കുറെ ഉള്ളത്. അതില്ലിപ്പോ ഞാനോ പിന്നെ എങ്ങനെ നമുക്ക് മറ്റേ തോട്ടി വെച്ച് പറിച്ചിടാം. തോണി കാണിച്ചു. നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന മസ്റ്റ് ആയിട്ട് തോണിയാണ്. കഥ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വേറെ ഞങ്ങളുടെ തോണിന്റെ ഷേപ്പിലുള്ള ഒരു തോട് അങ്ങനെ വേണമെങ്കിൽ പറയാം. അത് അടിപൊളിയായി. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ കാണുമ്പോൾ ഒന്നും തോന്നില്ല, പക്ഷെ ഇതിന്റെ ഉള്ളിലേക്കാണ് ഞണ്ടും മീനും എല്ലാം ഉള്ളത്. ഒരു ചെറിയ മീനുകളൊക്കെ ഉണ്ടാവും, വളർത്താൻ പറ്റുന്നതൊക്കെ. ചില പെട്ടെന്ന് ചത്തു കൊടുക്കും, അതാണ് എനിക്ക് മീൻ. പിന്നെ ഈ തോണി ഇവിടെ എങ്ങനെ ഉണ്ടായെന്നറിയോ നിങ്ങൾക്ക്? പാറ പൊട്ടിച്ചു. എനിക്ക് അറിയില്ല എന്തിനു വേണ്ടിട്ടാ പാറ പൊട്ടിച്ച്. വെള്ളം കിട്ടാൻ ആണോ ജീനെ? അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ നമ്മളൊക്കെ അങ്ങനെയൊന്നും അല്ല. ഇത് ആക്ച്വലി നമ്മുടെ തറവാട് അവിടെ വീട് പണിക്ക് വേണ്ടിയിട്ട് തറ കെട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പാറ പൊട്ടിച്ചാണ്. അതിൻ്റെ പാടുകളാണ്. ഇതുണ്ടോ, ഇതൊക്കെ അതാ ഡ്രില്ലിങ് മെഷീൻ ഇറക്കിയിട്ട് പൊട്ടിച്ചതാ. അപ്പം അന്ന് വൈകുന്നേരം ആയപ്പം ഇവിടുത്തെ ഈ പാറ പൊട്ടിച്ച് കഴിഞ്ഞ് പണി നിർത്തി അവർ തിരിച്ചു പോയി. പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ ഈ അരുവിത്തെ വെള്ളം മൊത്തം വന്ന് ഇവിടെ നല്ല ശുദ്ധജലം പോലെയായി. പിന്നെ ഇവിടെ നിന്ന് ഇനി പൊട്ടിച്ചില്ല. പിന്നെ പണ്ട് വരും നേരത്തൊക്കെ വെള്ളമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ചിലപ്പോൾ കുളിക്കാറുണ്ട്. പണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ വന്ന് പാത്രം കഴുകും. വാഷിംഗ് മെഷീൻ ഇല്ലാത്ത സമയത്ത് പാത്രം കഴുകും, അലക്കും. അങ്ങനെയൊക്കെ വാഷിംഗ് മെഷീൻ ഇല്ലാത്ത സമയത്ത് പാത്രം കഴുകും. വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിൽ ഞങ്ങൾ അലക്കും, ഇല്ലാത്ത സമയത്ത് അലക്കും. അല്ലെങ്കിൽ അത് അലക്കണമല്ലോ വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിൽ. അങ്ങനെയല്ല, ഇപ്പൊ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് അലക്കാൻ വരില്ല, ഇടയ്ക്കൊക്കെ വരുള്ളൂ. പക്ഷെ പണ്ട് വാഷിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എണ്ണ ഉപരാണ് അലക്കലും കുളിക്കലും ഒക്കെ. പക്ഷെ കുളിക്കാൻ ബാത്റൂം ഉണ്ട്, പക്ഷെ വെള്ളമില്ല. അതാണ്. പിന്നെ നമ്മൾ പാത്രം കഴുകും ഇടയ്ക്ക്. അന്നൊരു ദിവസം നമ്മൾ പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നു. ടോട്ടലി ഇവിടെ വെള്ളം കെട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വെള്ളം കെട്ടാനോ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതെ, അവിടുന്ന് ഒഴിച്ചു വരി ഇവിടെ കിട്ടും. അപ്പൊ നമ്മൾ അതെടുക്കും. അരുവിന്ന് വരുന്ന വെള്ളം നേരത്തെ അല്ല, മലയിൽ നിന്ന് വരുന്ന അരുവിന്ന് വരുന്ന വെള്ളം. മലയിൽ നേരെ ഞങ്ങളുടെ കിണറിലേക്ക് വരുന്നു. അവിടെ ഞങ്ങൾ പൈപ്പിട്ട് വീട്ടിലേക്ക് പിടിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിന് അധികം ഇവിടെ ക്ഷാമം. കിണറെന്ന് പറയാൻ പറ്റില്ല, അത് ചെറിയൊരു പെട്ടി പോലെയുള്ളത്. കൊളം. നിങ്ങളാ പറഞ്ഞു കിണർ. ആ വായിലിട്ടത് പിഴുങ്ങ് എന്നിട്ട് സംസാരിക്കട്ടു. ഒന്നാമത് നീ പറയുമ്പോ കൊഞ്ഞ അതിന്റെ ഇടയിൽ വായിലും കൂടെ. നമ്മളെന്തിനും കൂട്ട് വന്നേ? നമ്മള് വന്നത് ഞാവല് പറിക്കാൻ. പിന്നെ മെയിൻ എന്താ അറിയോ, ഞാൻ പണ്ട് ഇതിൽ കൂടെ കേറിയിട്ട് അതിൽ കൂടെ ഇറങ്ങും. അതാണ് ഞങ്ങളുടെ പുളിമരം, വാളംപുളി മരം. അല്ല, കൊടംപുളി മരം. കൊടംപുളി മരം. ഇതിന് മെയിൻ എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിന്റെ കൂടെ കേറിയിട്ട് ഇറങ്ങുന്ന അതിന്റെ കൂടെ ആയിരിക്കും. അതാണ് അതിന് മെയിൻ. അടിപൊളിയാണ്. പിന്നെ നമുക്ക് രാവിലെ വെക്കാം. നീ ഇവളെ പരിചയപ്പെടുത്തിട്ടുണ്ടോ വീഡിയോയില്? അയ്യോ വേണ്ടേ. ഇതാണ് എന്റെ ചേച്ചി ജെനി ജെയ്സൺ. ഒറ്റ ഇതാണ് എന്റെ ചേച്ചി ജെനി ജെയ്സൺ. ഒരു സ്റ്റുഡന്റ് ആണ്, +2 വിദ്യാർത്ഥി. ഇപ്പൊ ഇനി +2ലേക്കാണ്. +2 വിദ്യാർത്ഥി ചുണ്ട സ്കൂളിലാണ് പഠിക്കുന്നത്. ഒന്നും പറയണ്ട. പക്ഷേ ഓക്കെ. പിന്നെ വയസ്സിനൊക്കെ രാവിലെ ആക്കാൻ പോവാ. കൊറേ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞു എന്നെ പരിചയപ്പെടുത്തുന്നില്ല. നമ്മുടെ ക്യാമറമാന്റെ പേര് അലീന പൗലോസ്. അവർക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. കുറെ അടിപൊളിയാണ്, നിങ്ങൾ വീഡിയോ കാണണം.
ഓക്കെ ഞങ്ങളുടെ 3 പേരുടെയും ഞങ്ങൾ അതന്നെ ഇവളെ എന്റെ വീട്ടിൽ താമസിക്കും. ഇതെന്റെ ചേച്ചിയായുള്ളൂ. ഞാൻ പറയട്ടെ, ഇത് ഞങ്ങളുടെ വീടാ. പക്ഷേ അതിന്റെ അവിടെ ഞങ്ങളുടെ തറവാട്, അതിന്റെ താഴെ ക്യാമറമാന്റെ വീട്. എടി ഇതിനി മഴ പെയ്തത് കൊണ്ട് ചവർപ്പായി കാണും. ഇവിടുത്തെ ചവറുണ്ടാവില്ല. നമുക്ക് നോക്കാം. ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ടാ ഞാവല് കണ്ടു. ഞങ്ങളുടെ ഞാവൽ ബ്യൂട്ടിഫുൾ ഞാവലാണ്. ഇത് നോർമലി നാട്ടിലുള്ള ഞാവലല്ല, നല്ല കാട്ടു ഞാവൽ. ഇതിന് ഒടുക്കത്തെ ടേസ്റ്റ് ആണ് ഗൈസ്. പക്ഷെ ഇത് ഫോക്കസ് വന്നില്ല പണ്ടാറങ്ങ. ഇത് 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 നോർമലി നമ്മുടെ നാട്ടിലുള്ള ഞാവലല്ല. കണ്ടാലൊരു കുഷ്ഠരോഗിനെ പോലെ ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആണ്. ഞങ്ങളുടെ നാട്ടിലത്തെ ഞാവൽ. അതെ, നോർമലി നമ്മുടെ നാട്ടിലുള്ള പോലത്തെ അത്ര സൈസ് ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാട്ടുഞാവലാണ്, കാട്ടുഞാവൽ.